Hi everybody, welcome to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മസാല ദോശ. മസാല ദോശ ഞാൻ ചെയ്യുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി അത് തേച്ചിട്ട് പിന്നെയാണ് അതിൻ്റെ മുകളിലാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ച് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ലോട്ട്സ് ഓഫ് ഫ്യൂഷൻ ഓഫ് ടേസ്റ്റ് നമുക്ക് വായിൽ കിട്ടും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പോൾ ചട്നിയോ സൈഡ് ഡിഷസോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം മതി. ഞാൻ ഒരുപാട് ഹോട്ടൽസിൽ നിന്നൊക്കെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഞാൻ മസാല ദോശ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെറൈറ്റി ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല. ഇത് ഞാൻ കഴിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട് അജിച്ചിട്ടയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിറ്റ് ഇങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുക. ആ ഒരു ടൊമാറ്റോ ചട്നിയൊക്കെ തേച്ച് അതിൻ്റെ മുകളിൽ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ആ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല. അപ്പം ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മസാല ദോശയ്ക്കുള്ള തക്കാളി ചട്നി ആദ്യം പ്രിപ്പയർ ചെയ്യാം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 8-9 എണ്ണം കാണും, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ടേക്ക് 2 തക്കാളി മാറ്റാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. നല്ല പോലെ ഇതൊന്ന് വെന്ത് വരണം. ഇനി ഇതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വേവിക്കാം. എല്ലാത്തിൻ്റെയും റോസ് സ്മെല്ല് പോയിരിക്കണം. ടൊമാറ്റോ, ഗാർലിക് നമ്മൾ ഡയറക്റ്റ്ലി ഇനി പേസ്റ്റ് ആക്കാൻ പോകും. അപ്പം വേറെ കുക്കിംഗ് വരുന്നില്ല. നെക്സ്റ്റ് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര മാറ്റാം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇത് ഭയങ്കര ഡ്രൈ ആയതുപോലെ ഉണ്ട്. ഇനി തീ ഓഫാക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചെടുക്കാം. ഓക്കെ, എണ്ണ ചൂടായി, നമുക്കിനി കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന്, ഇഞ്ചി, 2 സവാള നീട്ടത്തിലരിഞ്ഞത്, നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാം. ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഈ സവാള നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാകണം. നമുക്ക് എരിവിന് 3 പച്ചമുളക്, കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണം. അപ്പം ഓണിയൻ നന്നായിട്ട് ഫ്രൈ ആയി, കണ്ടില്ലേ? പൊട്ടറ്റോ, ബോയിൽഡ് പൊട്ടറ്റോ, 2 വലിയ പൊട്ടറ്റോ ഇട്ടിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പം ഞാൻ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടച്ചു. ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ മറന്നു. അത് നമ്മൾ സവോള വഴറ്റുമ്പോൾ ഇടണമായിരുന്നു. മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ സവാള വഴറ്റുമ്പോൾ ഇടണം കേട്ടോ, ഞാൻ മറന്നു പോയതാണ് ആക്ച്വലി. അതിൻ്റെ റോ സ്മെല്ല് വരാൻ പാടില്ല. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല മസാല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം, ഇങ്ങനെ ഒരു കുഴ ഉണ്ടാവണം.
ഇനി നമുക്ക് തീ ഓഫാക്കാം. കുറച്ച് സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, കുറച്ച് നാരങ്ങയുടെ നീര്, കുറച്ച് മതി. ഓക്കെ, മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കുക ആവശ്യത്തിനുണ്ടോ എന്ന്. ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇതാണ് നമ്മുടെ മസാല ദോശയുടെ പൊട്ടറ്റോ മസാല. ഓക്കെ, ഇനി നമുക്ക് ദോശ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദോശ ചുടാം. മസാല ദോശയ്ക്ക് എപ്പോഴും കുറച്ചൊന്ന് പുളിച്ച മാവ് എടുക്കുക. എടുത്തിട്ട് കല്ല് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒഴിക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം തീ കുറയ്ക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ തിന്നാക്കിയെടുക്കുക. എങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പം എണ്ണ ഒഴിച്ചെടുക്കാം. ഇത് എണ്ണ മാത്രമല്ല, ഞാൻ നെയ്യും എണ്ണയും കൂടെ സെയിം റേഷ്യോയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലൊന്നും നമ്മൾ എന്താ പറയുക, ലുബ്ധിക്കാൻ പാടില്ല. ഈ നെയ്യിൻ്റെയും എണ്ണയുടെയൊക്കെ ഒരു ഫ്ലേവറാണ് മസാല ദോശയ്ക്ക് ഹൈലൈറ്റ്. അപ്പോൾ അത് നന്നായിട്ട് അടി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മളിങ്ങനെ ഹൈയിൽ വയ്ക്കുക. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, ആ നെയ്യ് ദോശ മാവുമായിട്ട് ഇങ്ങനെ കുക്കാവുന്ന സമയം ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാം ഒന്നിച്ചങ്ങ് ബോണ്ടായിക്കോളും. ഓക്കെ, ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം. മസാല ഒരുപാട് അങ്ങ് ഇടണ്ട, കുറച്ചൊരു ആവശ്യത്തിന് മതി. ഞാൻ ഈ സമയത്തിനകത്ത് കുറച്ചും കൂടെ ഒന്ന് നെയ്യ് ഒഴിക്കും, നെയ്യും എണ്ണയും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഈ മസാല ഓൾ ഓവർ ഫുള്ള് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കരുത്, ഓൾ ഓവർ മസാല സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, തീ ഹൈലിരിക്കട്ടെ. ഇനി നമുക്കിത് എടുക്കാം. എല്ലാ സൈഡൊന്നും ഇങ്ങനെ ചെയ്യാം. ദെൻ ഇങ്ങനെ റൗണ്ടിൽ എടുക്കുക. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ മസാല ദോശ റെഡി. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മസാല ദോശ? ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കി മസാല ദോശയൊക്കെ വെച്ച്. നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്ലെയിൻ മസാല ദോശ ഉണ്ടാക്കരുത്, ഈ സ്പെഷ്യൽ മസാല ദോശ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ.